ഭാരതാംബയെ ഏറ്റെടുത്ത JNUവും ഉപരാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങ് ആരംഭിച്ചത് ഭാരതാംബ പൂജയോടെ. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ത്രിദിന വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത്. ഭാരത് മാതാ ചിത്രം ഉപയോഗിക്കുന്നതിനെതിരെ കേരളത്തിൽ SFI പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് JNUവിൽ ഔദ്യോഗിക പരിപാടിയിൽ ചിത്രം ഉപയോഗിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്തായാലും അനാവശ്യ വിവാദങ്ങൾ വലിച്ചിഴയ്ക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയല്ലേ ഇത്? ഒരു കാലത്ത് ഇടത് കോട്ടയെന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് JNU. ആ JNUവിലെ കാര്യങ്ങൾ പിന്നീട് പാടെ മാറുകയും ദേശീയ പ്രസ്ഥാനങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. അവിടെയാണ് ഇപ്പോൾ ഭാരത് മാതാ പൂജയോടെ, അവിടുത്തെ ഒട്ടുമിക്ക പരിപാടികളും ഭാരത് മാതാ പൂജയോടെയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പങ്കെടുത്ത ഒരു ത്രിദിന വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. അത് ആരംഭിച്ചതും ഭാരത് മാതാ പൂജയോടെ തന്നെയാണ്. ഭാരത് മാതാ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചു പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജഗ്ദീപ് ധൻഖറും അതോടൊപ്പം അവിടെയുള്ള മുഴുവൻ ആളുകളും, ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഈ ചടങ്ങ് തന്നെ ആരംഭിച്ചത്. JNU രാജ്യം കണ്ട ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് JNU. ആ JNU ആണ് ഈ ഭാരതാംബയെ, ഭാരത് മാതാവിനെ ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ SFI പോലെയുള്ള സംഘടനകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അടക്കം വിവിധയിടങ്ങളിൽ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നുണ്ട്. ഗവർണറുടെ വാസസ്ഥലം കൂടിയ രാജ്ഭവനിൽ ഭാരത് മാതാ ചിത്രം ഉപയോഗിക്കുന്നതിനെതിരെ സർക്കാരും മന്ത്രിമാരും രംഗത്ത് വരുന്ന കാഴ്ചകൾ കാണുന്നു. ഇതിനിടെയാണ് ദേശീയ തലസ്ഥാനത്ത്, രാജ്യ തലസ്ഥാനത്ത് ഉപരാഷ്ട്രപതി തന്നെ JNUവിൽ പങ്കെടുത്തുകൊണ്ട് ഭാരത് മാതാ പൂജയോടുകൂടി കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ JNUവിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു കാലത്ത് ഓർക്കണം, ഇടത് ഉരുക്കുകോട്ട, ഇടത് രാക്ഷസൻ കോട്ടയായിരുന്നു JNU ഒക്കെ പാടെ തകർന്നടിഞ്ഞതിൻ്റെ സൂചന കൂടിയാണ് ഭാരത് മാതാ പൂജയോടെയുള്ള ഈ പരിപാടികൾ നടക്കുന്നത്. എന്തായാലും SFI ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മന്ത്രിമാരടക്കമുള്ളവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് അവിടം. അവിടുത്തെ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക്, എല്ലാവർക്കും രാജ്യ തലസ്ഥാനത്തേക്ക് നോക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഈ രാജ്യം എങ്ങനെയാണ് ഭാരതാംബയെ ഏറ്റെടുക്കുന്നത് എന്ന്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.